ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ നിർണായകമായ തെളിവെടുപ്പ്. പ്രതി സെബാസ്റ്റ്യനെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത്. 5 പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയിലാണ് പ്രതിയെ അവിടേക്ക് കൊണ്ടുവന്നത്. വീട്ടിലെ ഗ്രാനൈറ്റ് പൊളിച്ചും കുളം വറ്റിച്ചും ഇന്ന് പരിശോധന നടത്തും. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അശ്വിൻ പാലാഴി പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന്, സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അശ്വിൻ, ഇന്ന് വളരെ ക്രൂഷ്യൽ നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. മണ്ണിനടിയിൽ എന്തൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കുളത്തിലേക്ക് എന്തൊക്കെ അയാൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. ആകെ ദുരൂഹമാണ് ഈ പ്രതിയുടെ നീക്കങ്ങളും അയാളുടെ പ്രകൃതവും അയാളുടെ മറുപടികളും ഒക്കെ. പോലീസിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത് അശ്വിൻ? വിജയകുമാർ, 2.5 ഏക്കർ, അതായത് ചേർത്തല പള്ളിപ്പുറത്ത് അകത്തേക്ക് കയറിയുള്ള 2.5 ഏക്കർ സ്ഥലം, അതിൻ്റെ നടുഭാഗത്തായി ഒരു വീട്. ഈ വീടിന് ചുറ്റുമുള്ള പലയിടങ്ങളിലായി എന്തൊക്കെയോ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളൊരു സംശയം ആദ്യഘട്ടത്തിൽ പോലീസിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ജയനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ പിടിയിലാകുന്നതും അതിനുശേഷം ഈ വീട്ടിൻ്റെ പരിസരത്ത് പരിശോധന നടത്തുന്നതും. അന്ന് ഇവിടെ നിന്ന് കണ്ടെത്തിയത് മനുഷ്യൻ്റെ അസ്ഥികൂടത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ്. അതിൽ താടിയലും കാലിൻ്റെ ചില ഭാഗങ്ങളും ഒക്കെ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ തലയോട്ടിയോ ഇടുപ്പല്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് മനുഷ്യ ശരീരമാണ്, അതിൻ്റെ അസ്ഥികൂടമാണ് എന്ന് സ്ഥിരീകരിക്കാനാവുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് അയാളൊരു സീരിയൽ കില്ലറാണോ എന്നുള്ളൊരു സംശയം പോലീസിന് അന്നുണ്ടായിരുന്നതും ഇപ്പോഴുള്ളതും അതൊക്കെ കൊണ്ട് തന്നെയാണ്. കാരണം അത്രത്തോളം പഠനം നടത്തിയാൽ മാത്രമേ തലയോട്ടിയും ഇടുപ്പല്ലും ഒന്നും ഇല്ലെങ്കിൽ അത് മനുഷ്യൻ്റെ അസ്ഥിയല്ല എന്ന് കണ്ടെത്താനാകില്ല എന്നുള്ളൊരു ബോധം അയാൾക്കുണ്ടാവുകയുള്ളൂ. എന്തായാലും അതിൽ ഉണ്ടായിരുന്ന ഏക പിടിവള്ളി ആ പല്ലിൽ കൃത്രിമമായി വെച്ച് പിടിപ്പിച്ചൊരു പല്ലായിരുന്നു. അത് അസ്ഥികൂടത്തിനൊപ്പം കത്തിച്ച് കളഞ്ഞെങ്കിലും കത്താതെ ആ കൃത്രിമ പല്ലുണ്ടായിരുന്നു. അതാണ് നിലവിൽ ഇത്രയും വലിയൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടിനുള്ളിൽ പരിശോധന നടക്കുകയാണ്. അതിലാണ് പുതിയതായി ദുരൂഹമായ സാഹചര്യത്തിൽ ഗ്രാനൈറ്റ് പാകിയത്. ആ ഗ്രാനൈറ്റ് പൊളിച്ചുള്ള പരിശോധനയായിരിക്കും ഇപ്പോൾ നടക്കുക. അതിനകത്തേക്ക് ഈ സെബാസ്റ്റ്യനുമായുള്ള പോലീസ് സംഘം, ഫോറൻസിക് വിദഗ്ധരടക്കം കയറിയിട്ടുണ്ട്. അതിൽ ഈ വീടിൻ്റെ ഹാളിൽ കയറി 2ാമത്തെ മുറിയാണ് സെബാസ്റ്റ്യൻ്റേത്. അത് ഇപ്പോൾ അതിനകത്തെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഈ പഞ്ചായത്ത് അംഗങ്ങളടക്കം ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഈ തൊട്ടടുത്തുള്ള കുളം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് മാറുകയാണ്. ഈ കുളത്തിന് സമീപമായിരുന്നു അന്ന് ഈ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഈ കുളത്തിൽ അയാൾ മീനുകളെ വളർത്തുന്നുണ്ടായിരുന്നു. അത് ആഫ്രിക്കൻ മുഷി അടക്കമുള്ള ഈ മനുഷ്യമാംസമടക്കം ഭക്ഷിക്കുന്ന തരത്തിലുള്ള മീനുകളായിരുന്നുവെന്ന് അന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് പ്രധാനമായും അന്വേഷണ സംഘത്തിന് ഇപ്പോഴുള്ള സംശയം ഈ കൊലപ്പെടുത്തിയ ശേഷം ശരീരാവശിഷ്ടങ്ങൾ ഈ കുളത്തിലേക്ക് തള്ളി മീനുകൾക്ക് ഭക്ഷണമാക്കിയോ അതിനുശേഷം അവിടെ അവശേഷിച്ചിരുന്ന അസ്ഥികൾ അത് പുറത്തെടുത്ത് ഈ പറമ്പിലിട്ട് കത്തിച്ചതാണോ എന്നുള്ള ഒരു സംശയമാണ് ഉയരുന്നത്. അത്രത്തോളം വലിയൊരു പ്ലാനിംഗ് ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ആ ദുരൂഹമായ ആദ്യഘട്ടത്തിൽ അസ്ഥികൾ കണ്ടെത്തിയ ഈ കുളങ്ങൾ 2 എണ്ണം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എക്സ്കവേറ്റർ ഉപയോഗിച്ച് അവിടെ മണ്ണ് മാറ്റുന്നുണ്ട്. ഒപ്പം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ വെട്ടി മാറ്റുന്നുണ്ട്. അവിടെ വലിയ പരിശോധന തന്നെയാണ് നടക്കുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ അസ്ഥികൾ കണ്ടെത്താനായാൽ അത് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായൊരു ഭാഗമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ 2 സംഘങ്ങളായാണ് ഈ അന്വേഷണം, ഈ തെരച്ചിൽ നടക്കുന്നത്. ഒന്ന് ഈ കുളത്തിന് സമീപം, മറ്റൊരു സംഘം സെബാസ്റ്റ്യനുമായി ഈ വീടിനകത്തുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വിശദമായി അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ, ഇതിൻ്റെ ഏകദേശ ഭൂപ്രകൃതി മനസ്സിലാക്കാൻ ഈ സ്ഥലത്തെ പഞ്ചായത്ത് അംഗം കൂടി ഈ അന്വേഷണ സംഘത്തിനൊപ്പം നിലവിൽ ചേർന്നിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ, അത് 2 കുളങ്ങളും ഒപ്പം സെബാസ്റ്റ്യൻ്റെ ബെഡ്റൂമുമാണ്. ഇതിനകത്ത് എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ആ പരിശോധന ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഈ കുളം വറ്റിക്കുകയും അതുപോലെ ഈ ഗ്രാനൈറ്റ് പാകിയ ആ വീടിന്റെ തറ അത് പൊളിച്ചു മാറ്റുകയും ചെയ്യണമല്ലോ. ആ 2 പരിശോധനയും ഇന്ന് തന്നെ നടക്കും എന്നാണോ നമ്മൾ കരുതേണ്ടത്? ചില കൂടുതൽ സാങ്കേതിക സൗകര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചില റഡാറുകളൊക്കെ ഈ പരിശോധനയ്ക്ക് പോലീസ് അവിടെ എത്തിച്ചു എന്നുള്ള വിവരം കൂടി ഉണ്ടല്ലോ. ഇതൊക്കെ ഇന്നു മുതൽ അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ് എന്നാണോ കരുതേണ്ടത്? തീർച്ചയായും ഇന്നു മുതൽ വളരെ വിപുലമായൊരു പരിശോധനയ്ക്ക് തന്നെയാണ് നിലവിൽ ഈ അന്വേഷണ സംഘം പദ്ധതിയിട്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ചും ആലപ്പുഴ ക്രൈംബ്രാഞ്ചും ചേർന്നുള്ളൊരു പരിശോധനയാണ് നടക്കുന്നത്. ഇതിൽ യന്ത്രസഹായം എന്ന് പറയാൻ കഴിയും. അതായത് സാങ്കേതിക സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമായിട്ടില്ല. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്. അത് കേന്ദ്ര ഏജൻസിയിൽ നിന്നാണ് ലഭിക്കേണ്ടത്. അതിൻ്റെ അനുമതിക്കായി കത്ത് നൽകിയിട്ടുണ്ട്. അത് അധികം വൈകാതെ തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ചേർത്തലയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ പ്രതീക്ഷയിലുമാണ് അന്വേഷണ സംഘമുള്ളത്. ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ കൊണ്ടുള്ള പരിശോധന കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം
മണ്ണിനടിയിൽ ഭൂമിക്കടിയിൽ അസ്ഥികളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് ഈ റഡാറിൻ്റെ സിസ്റ്റം വെച്ച് കണ്ടെത്താനാകുമെന്നുള്ളതാണ്. നിലവിൽ ജിയോളജിക്കൽ വകുപ്പും അണ്ടർഗ്രൗണ്ട് പൈപ്പുകളൊക്കെ സ്ഥാപിക്കുന്ന ചില കമ്പനികൾക്ക് മാത്രമാണ് ഈ സംവിധാനമുള്ളത്. അത് ഇവിടേക്ക് എത്തിച്ചാൽ അന്വേഷണത്തിന് വളരെ ഗുണകരമാകും എന്നുള്ള ഒരു വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നാളെയോ മറ്റന്നാളോ ആ പരിശോധനയ്ക്ക് ഭാഗമായി റഡാർ ഇവിടേക്ക് എത്തിക്കാനാകും. നിലവിൽ ഇന്ന് നടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം അസ്ഥി കണ്ടെത്തിയ അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളൊപ്പം ഈ 2.5 ഏക്കർ വരുന്ന സ്ഥലങ്ങളിൽ ദുരൂഹമായ ചില ഇടങ്ങൾ, അത് സെബാസ്റ്റ്യൻ്റെ കൂടി സഹകരണത്തോടു കൂടി മാത്രമേ അത് നടത്താനാവൂ. ആ ഭാഗങ്ങൾ എക്സ്കവേറ്റർ ഉപയോഗിച്ച് കുഴിച്ചു നോക്കും. അവിടെ അസ്ഥികളുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ളത് അറിയാനാകും. ഒപ്പം ഈ 2 കുളങ്ങളുണ്ട്. അത് കുളങ്ങൾ വറ്റിക്കുന്നതിലൂടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അന്വേഷണ സംഘത്തിനു കൂടിയുള്ളൊരു സംശയം, ആ കുളത്തിൽ ശരീരാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാകും. നിലവിൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ 2017 ഈ കേസിൻ്റെ അന്വേഷണവുമായി ഈ കുളത്തിലേക്ക് അന്നത്തെ അന്വേഷണ സംഘം എത്തിയതാണ്. അന്ന് അവിടേക്ക് അന്വേഷണ സംഘത്തിന് അടുക്കാൻ കഴിയാത്ത തരത്തിൽ ചില വൃത്തികെട്ട പ്രവർത്തികൾ ഈ പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് സെപ്റ്റിക് ടാങ്ക് മാലിന്യവും കോഴി വേസ്റ്റുമെല്ലാം ഈ സമീപ പ്രദേശങ്ങളിലും പറമ്പിലാകെയും വിതറി അവിടേക്ക് ദുർഗന്ധം കൊണ്ട് അടുക്കാൻ കഴിയാത്തൊരവസ്ഥ അന്ന് ഈ പ്രതി സെബാസ്റ്റ്യൻ സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ട് അന്ന് അവിടെ ഒരു പരിശോധനയ്ക്കുള്ള അവസരം ഒരുങ്ങിയില്ല. പിന്നീട് തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തു. അന്ന് ഈ സെബാസ്റ്റ്യന്റെ ഒരു പ്രകൃതം, അയാൾ അങ്ങേയറ്റം ദുരൂഹമായി മറുപടി പറയുന്നു. അയാൾ ചോദ്യങ്ങളോട് ഒരു ട്രെയിൻഡായ ഒരാളെ പോലെ അതിനോട് പ്രതികരിക്കുന്നു. അന്വേഷണ സംഘത്തെ വട്ടം ചുറ്റിക്കുന്ന മൊഴികൾ നൽകുന്നു. ഇതൊക്കെ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളായി വരുന്നുണ്ടല്ലോ. അയാൾ ഈ പറയുന്ന പോലെ ഒരു സീരിയൽ കില്ലർ എന്നൊക്കെ തരത്തിലേക്ക് അയാളുടെ പ്രകൃതം തന്നെ ആ മട്ടിലാണെന്നാണ് തോന്നുന്നത് അല്ലേ? അയാളുടെ പ്രതികരണങ്ങളും പെരുമാറ്റവും ഒക്കെ ആ മട്ടിലാണെന്നാണ് തോന്നുന്നത് അല്ലേ? തീർച്ചയായും വിജയകുമാർ, നമ്മൾ ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുമൊക്കെ സംസാരിക്കുമ്പോൾ ഈ കസ്റ്റഡിയിൽ വളരെ കുറച്ച് ദിവസം, 7 ദിവസം മാത്രമാണ് കസ്റ്റഡിയിൽ ഇയാളെ കിട്ടിയിട്ടുള്ളത്. ഈ 7 ദിവസവും നടത്തിയ ചോദ്യം ചെയ്യലിൽ ഒരു വാക്ക് ഇയാൾ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും അതുതന്നെയാണ്. ഇയാൾ ഒരു ഷുഗർ പേഷ്യൻ്റാണ്. അതുകൊണ്ട് തന്നെ ഈ കാലിൽ നിലവിൽ ചെറിയൊരു മുറിവുണ്ടായിട്ടുണ്ട്. അത് എല്ലാ ദിവസവും രാവിലെ അത് ഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതിന് രാവിലെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. കൃത്യം 9 മണിയാകുമ്പോൾ സെബാസ്റ്റ്യൻ പ്രഭാത ഭക്ഷണം ആവശ്യപ്പെടും. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ഉച്ചഭക്ഷണം ആവശ്യപ്പെടും. വൈകുന്നേരം 7 മണിയോടുകൂടി വൈകുന്നേരത്തെ ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെടും. ഇതെല്ലാം കൃത്യമായി എത്തിച്ച് നൽകുന്നുണ്ട്. ഷുഗർ പേഷ്യൻ്റ് കൂടി ആയതുകൊണ്ട് 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഭക്ഷണം നൽകുന്നത് സമയം മാറ്റാനാവില്ല. അത് പോലീസിന് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാണ്. അതുകൊണ്ട് നിലവിലിപ്പോൾ ഈ ഭക്ഷണം കഴിപ്പും ഈ ചികിത്സയും അല്ലാതെ മറ്റൊന്നും ഈ കസ്റ്റഡിയിൽ ഇരുന്നുള്ള കാലയളവിൽ ഇയാളുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായി ഉണ്ടാകുന്നില്ല എന്നുള്ള വലിയൊരു വെല്ലുവിളി ഈ അന്വേഷണ സംഘം നേരിടുന്നുണ്ട്. നിലവിൽ കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലിലൊന്നും കാര്യമായ ഒരു നിർണായക വഴിത്തിരിവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് രണ്ടും കൽപ്പിച്ച് ഈ വീടിൻ്റെ പരിസരങ്ങൾ RDOയുടെ അനുമതിയോടെ, കോടതിയുടെ അനുമതിയോടെ തുറന്ന് കുഴിച്ചൊക്കെ പരിശോധിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ഇപ്പോൾ ഈ വീടിനുള്ളിൽ സെബാസ്റ്റ്യനുണ്ട്. സെബാസ്റ്റ്യനൊപ്പം അന്വേഷണ സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. പള്ളിപ്പുറത്തെ വീട്ടിൽ സെബാസ്റ്റ്യനെ എത്തിച്ച് പരിശോധന നടത്തുകയാണ്. അയാളെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നേരത്തെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളുടെ വാർത്താ സംഘത്തോട് പറഞ്ഞത് ഇയാൾ അവിശ്വസനീയമായ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് ചോദ്യം ചെയ്യലിൽ എന്നതാണ്. അത് പോലീസിനെ വട്ടം കറക്കാനും കുഴക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെയുള്ള നീക്കം എന്ന നിലയിൽ തന്നെയാണ് അന്വേഷണ സംഘവും ക്രൈംബ്രാഞ്ചും ഒക്കെ വിലയിരുത്തുന്നത്. പക്ഷേ അയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക അത്ര എളുപ്പമല്ല. തെളിവുകൾ ശേഖരിക്കുക എന്നത് അത്ര എളുപ്പമല്ല. അതിന് മറ്റ് സംവിധാനങ്ങൾ, ശാസ്ത്രീയ മാർഗങ്ങളൊക്കെ തേടേണ്ടി വരും, സ്വീകരിക്കേണ്ടി വരും എന്ന് അന്വേഷണ സംഘത്തിന് നല്ല ബോധ്യവുമുണ്ട് ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ.